സോ വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എൻ്റെ പേര് തോബിയാസ്. എന്നെ കുറച്ച് പേർക്കെങ്കിലും അറിവുള്ളതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി. ഇതിനിടയ്ക്ക് വെച്ച് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം മൂവി റിവ്യൂസ്, മൂവി ട്രെയിലർ റിവ്യൂസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലൊവേനിയക്ക് പോയതിൻ്റെ കുറച്ച് വീഡിയോസ്, അങ്ങനെ ഒത്തിരി വീഡിയോസൊക്കെ ഇട്ട് ഏകദേശം എല്ലാവർക്കും എനിക്ക് മുഖപരിചയം തോന്നുന്ന ഒരാളായിട്ട് ഞാൻ വന്നതാണ്. പക്ഷേ പല പല സാഹചര്യം മൂലം ഞാൻ വീഡിയോസ് എല്ലാം നിർത്തി. പല പല കാര്യത്തിൻ്റെ അകത്തുനിന്ന് ബാക്കിലോട്ട് പോകുന്നു. വീഡിയോസ് ആണെങ്കിലും അതെല്ലാ ദിവസവും ഇടുവരുന്നത് നല്ലതായിരുന്നു. ഞാൻ ഒത്തിരി നിങ്ങളുടെ അടുത്തുനിന്ന് മാറിപ്പോയെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ അതെല്ലാം നികഴ്ത്താനും എല്ലാം മാറ്റാനും വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് ചാനലിലോട്ട് വന്നേക്കുവാണ്. ഇത് പെർമനൻ്റ് എത്ര ദിവസത്തേക്ക് എനിക്ക് എപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും എന്നെ പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് വരുന്നത് നമ്മൾ ടൈറ്റിൽ കാർഡ് കണ്ട പോലെ തന്നെ പെറ്റ് ഡിറ്റക്റ്റീവ്. ഇപ്പോൾ ഏകദേശം ഒക്ടോബർ 16 മൂവി റിലീസായത്. 2025 6 നവംബറായി. അപ്പം ഇത്ര നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു റിവ്യൂ ഇടുന്നത്. അങ്ങനെ എല്ലാവരും ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡിലേ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ തിരിച്ചൊരു റീ ഓപ്പൺ അല്ല, അതുകൊണ്ട് കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ല. പെറ്റ് ഡിറ്റക്റ്റീവ് അതിൻ്റെ അകത്ത് ഡയറക്റ്റ് ചെയ്തേക്കുന്ന പ്രണീഷ് വിജയൻ. പിന്നെ പ്രണീഷ് വിജയനെ ഞാൻ റിട്ടേൺ ചെയ്തത് കോ റൈറ്ററായിട്ട് ടി വിഷ്ണു ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലൻ, ഷെറഫുദ്ദീൻ മെയിൻ ക്യാരക്ടർ, അതോടൊപ്പം തന്നെ അനുപമ, വിനീത് ഫോർട്ട്, വിനായകൻ, സിനിമാറ്റോഗ്രഫി ആനന്ദ് സി ചന്ദ്രൻ, പിന്നെ മ്യൂസിക് രാജേഷ്. ഞാൻ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത് ഷെറഫുദ്ദീനും പിന്നെ ശ്രീകുലം മൂവീസുമാണ്. അപ്പം മൂവി ഫസ്റ്റ് ഹാഫ്, എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ഫസ്റ്റ് ഹാഫ് ഉള്ള ക്യാരക്ടേഴ്സിനെ എല്ലാവരെയും പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു തന്നു. ആദ്യം എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, എന്നാലും അത് ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു. നമുക്ക് കണ്ടുപിടിക്കാനും ഏകദേശം ഒന്നും മനസ്സിലാകാത്ത ഒരു രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയത്. ഒരു കോമഡി മൂവിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഷെറഫുദ്ദീൻ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അനുപമയുടെ ക്യാരക്ടർ ആണെങ്കിലും എന്തു പറയും, നമ്മളിപ്പോൾ എപ്പോഴും ബ്രേക്കപ്പ് ആകാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു ഗേൾഫ്രണ്ടായിട്ടാണ് അനുപമയെ കാണിക്കുന്നത്. സോ അതുമാത്രമേ ഉള്ളൂ അനുപമയുടെ ഒരിത്. പക്ഷേ സിനിമയുടെ രണ്ടാമത്തെ ഭാഗം നേരത്തെ സിനിമയ്ക്കകത്തോട്ട് ഫോക്കസ്ഡ് ആവും, കുറച്ചും കൂടെ കോമഡിയൊക്കെ കുറഞ്ഞ് അതിൻ്റെ അകത്തോട്ടായി എല്ലാ ക്യാരക്ടേഴ്സിനെയും കൊണ്ടുവന്ന് അവസാനം ഒരു ഗംഭീര ക്ലൈമാക്സ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇത്, ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മൂവിയായിരുന്നു. എല്ലാവരുടെയും ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവന്ന്, ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പഴയ മലയാളം മൂവീസൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്തൊക്കെ എല്ലാ ക്യാരക്ടേഴ്സിനെയും കൊണ്ടുവന്ന് ഒത്തിരി, ഇപ്പം റാം സ്പീക്കിങ്, അങ്ങനെ ഒത്തിരി സിനിമയ്ക്കകത്ത് നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന ഒരു ഇതില്ലേ, അതേ സെയിം അതോട് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ കോമഡി ആണെങ്കിലും ഏകദേശം കുറച്ച് മുകളിലോട്ട് പോയി, എന്നാലും സൂപ്പർ അതിഗംഭീരമായിട്ടുള്ളൊരു മൂവിയായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇതിനൊരു 10-ൽ നമുക്കൊരു 8 കൊടുക്കാണ്ടി പറ്റും. കാണത്തില്ലാത്തവരെല്ലാവരും പോയി ഉടനെ തന്നെ വാച്ച് ചെയ്യുക, കാരണം ബെസ്റ്റ് മൂവിയാണ്.